പാറുക്കുട്ടിയും സിനിഷേട്ടനും ശബരിമലയ്ക്ക് പോയ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രണ്ടുപേരും ശബരിമലയ്ക്ക് പോയിരുന്നത്. പാറുക്കുട്ടി ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പ്രപഞ്ചം ട്രാവൽസിലാണ് അവർ പോവാൻ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരുടെയും കെട്ടുനിറ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 1:30 മണിയാവുമ്പോഴായിരുന്നു കെട്ടുനിറ പറഞ്ഞിരുന്നത്. ഏകദേശം 1:30 മണിയോട് അടുത്തപ്പോൾ തന്നെ ഗുരുസ്വാമിയും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് നൈബേഴ്സും അമ്മയും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കെട്ടുനിറക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു. ഇതൊക്കെ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ഞാനും സിനിഷേട്ടനും പോയിട്ട് പൂജ സ്റ്റോറിൽ പോയി വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗുരുസ്വാമി വന്ന് എല്ലാതും റെഡിയാക്കുന്ന സമയമാണ് കേട്ടോ. പാറുക്കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നത്. അതിലേറെ എനിക്കാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്ക് നടക്കാതെ പോയ പല കാര്യങ്ങളും ഞാൻ പാറുക്കുട്ടിയിലൂടെ നിറവേറ്റുന്നുണ്ട്. അതിലൊരു ചെറിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് മലയ്ക്ക് പോകുന്ന കാര്യം കേട്ടോ. അങ്ങനെ സിനീഷേട്ടനും ഗുരുസ്വാമിയും കൂടി മലയ്ക്ക് പോവാൻ കിട്ടുന്ന ആവശ്യമായ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, നെയ്യൊക്കെ ഒരുക്കി, അരിയൊക്കെ മാറ്റി വെച്ച്, വിളക്കൊക്കെ കത്തിച്ച്, അങ്ങനെ അവരതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. ആദ്യം പാറുക്കുട്ടീൻ്റെ കെട്ടാണ് നിറച്ചത് കേട്ടോ. അവൾക്ക് അറിയാത്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കാനൊക്കെ. അപ്പോൾ സിനീഷേട്ടനും ഗുരുസ്വാമിയും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ശരണം വിളിക്ക് ഇച്ചിരി മടിയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ പാറുക്കുട്ടി. പക്ഷെ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് നല്ല അസലായിട്ട് ഉഷാറായിട്ട് ശരണൊക്കെ വിളിച്ച് നല്ല മോളായിട്ടിരുന്നു കേട്ടോ. അടുത്തത് ഇവര് രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് സമയം കൊണ്ട് ഇവരെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുത്ത് ഗുരുസ്വാമി കെട്ടൊക്കെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു കേട്ടോ. എനിക്ക് അപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ചെറിയൊരു വിഷമവും ഒക്കെ ആയിരുന്നു കേട്ടോ. വിഷമത്തിന് കാരണം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്നാലും അവരിങ്ങനെ പോവുകയല്ലേ, 2 ദിവസം നമ്മളെ കാണാതെ മല കയറാൻ പോവല്ലേ. അപ്പം അതിൻ്റെതായ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് അതൊക്കെ മാറി. അങ്ങനെ ഇവർ ശരണമൊക്കെ വിളിച്ച് അമ്പലം വലം വെച്ചിട്ട് പോവാണ്. പമ്പയിൽ തീർത്ഥമാടി, പമ്പാ സദ്യയും കടയിൽ തീർത്ഥമാടി, മലനടയിൽ ഭഗവതിയെ ഭജനമായി ഭജിച്ചും കൊണ്ട് തുമ്പളം തോടുപോക്കും. ഒരു കൊലേ തീർത്ഥമാസനത്തിൽ തൃക്കാലും മൂന്നി, ഇരുപുറവും പൊന്നാലവട്ടം വീക്കാല കൊണ്ട് അമ്മാനമാടിച്ചു. ഋഷികൾ മുനിപൂജയുമേറ്റിരുന്നരുളി കളിക്കും. വില്ലൻ വില്ലാളി വീരൻ വീരപടി കണ്ടൻ, ഭൂലോകനാഥൻ ഭൂമി പ്രപഞ്ചൻ, ഭൂമിക്കുടയനാഥൻ ശത്രു സംഹാരമൂർത്തി, സേവിപ്പാർക്കാനന്ദമൂർത്തി, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകൻ, കാശി രാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാണിരിക്കും ശബരിമല ശ്രീധർമ്മശാസ്താവ്. ഓം ശ്രീ ഹരിഹരസുതനാനന്ദത്തനയനേപ്പ. അങ്ങനെ അമ്പലത്തിൽ നാളികേരൊക്കെ ഉടച്ച് നേരെ ബസ് കയറാനായിട്ട് പോയിട്ടോ. എൻ്റെ വണ്ടിയിലാണ് പോയിരുന്നത്. അവിടെ എത്തിയപ്പം ബസ്സിലെ ആളുകൾ മുഴുവനായിട്ട് വന്നിട്ടില്ല, കുറച്ചു നേരം ഡിലേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബസ് എടുക്കാനായി. ദർശനത്തിനായി വരുന്നേൻ ഭഗവാനേ, ദർശനാഗ്യം തരണേ ഭഗവാനേ, കൊണ്ടുപോയി കൊണ്ടുതരണേ ഭഗവാനേ, നമം മലവും കാക്കണേ ഭഗവാനേ, സ്വാമിയേ.
ഏകദേശം ഒരു 3-3:30 കൂടിയിട്ടാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആളുകളൊക്കെ എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ നല്ല ഹാപ്പിയിലാണ് പോയത്. ആള് കുഴപ്പമൊന്നുമില്ലാതെ നല്ല സന്തോഷത്തിൽ പോയി.